കൽപ്പറ്റ നഗരസഭയിലെ പെരുന്തട്ടയിൽ വന്യമൃഗശല്യം തുടർക്കഥയാണ്. ഒരാഴ്ചക്കുള്ളിൽ 2 വളർത്തുമൃഗങ്ങളെ കടുവ ഇവിടെ കൊന്നു. ആദ്യം പുലിയെന്ന് വനംവകുപ്പ് പറഞ്ഞു. പക്ഷേ മൂരിക്കിടാവിനെ കൊന്നതോടെ കടുവയെന്ന ബോധ്യത്തിലേക്ക് പിന്നീട് വനംവകുപ്പ് എത്തി. കടുവയ്ക്കായി ഇപ്പോൾ കൂട് സ്ഥാപിച്ചിരിക്കുകയാണ് വനംവകുപ്പ്. പെരുന്തട്ടയും പരിസര പ്രദേശങ്ങളും വന്യമൃഗപ്പേടിയുടെ ഇടമായി മാറിയിട്ട് നാളുകൾ ഏറെയായി. കഴിഞ്ഞ 3 മാസത്തിനിടെ 5 വളർത്തുമൃഗങ്ങളെയാണ് വന്യമൃഗങ്ങൾ ആക്രമിച്ചു കൊന്നത്. ദിവസങ്ങളുടെ മാത്രം ഇടവേളയിൽ ഒരു പശുവിനെയും മൂരിക്കിടാവിനെയും കടുവ ആക്രമിച്ചു കൊന്നു. പെരുന്തട്ട കോഫി ബോർഡ് എസ്റ്റേറ്റിനകത്താണ് കടുവ കഴിഞ്ഞ ദിവസം മൂരിക്കിടാവിനെ കടിച്ചു കൊന്നത്. വലിച്ചിഴച്ചു കൊണ്ടുപോയ ശേഷം പാതി തിന്ന നിലയിലായിരുന്നു. വനംവകുപ്പ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിൽ കടുവയ്ക്ക് സമാനമായ ചിത്രം കുടുങ്ങി. ഇതോടെയാണ് കൂട് വെച്ചത്. കടുവ കൊന്നത് സുബ്രഹ്മണ്യൻ എന്ന പ്രദേശവാസിയുടെ മൂരിക്കിടാവിനെയാണ്. കടുവയ്ക്ക് പുറമെ പുലിയും ആനയും എല്ലാം ഇവിടെ വിലസുന്നുണ്ട്. പുലിനെ കൊണ്ട് ജീവിക്കാൻ പറ്റൂല, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പുലി എല്ലാ മൃഗങ്ങളും ഉണ്ട്, പുലിയായിട്ടല്ല. ആന, കടുവ എല്ലാം ഉണ്ട്. നേരത്തെ പുളിയാർക്കുന്നിൽ സതീഷ് എന്നയാളുടെ പശുവിനെ കടുവ ആക്രമിച്ചിരുന്നു. ഇവിടെ സ്ഥാപിച്ച കൂടാണ് മാറ്റി സ്ഥാപിച്ചിരിക്കുന്നത്. 4 ദിവസം മുന്നെയാണ് കടുവ ഒരു പശുവിനെ പിടിച്ച് 12 കിലോ 16 കിലോ പോലും തിന്നുപോയി. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പശുക്കുട്ടിയും കൂടെ കോഫി ബോർഡ് വെച്ചിട്ടാണ് പിടിച്ചിട്ടുള്ളത്. പിന്നെ കൂട് വെച്ചിട്ടുണ്ട്, 2 ഭാഗത്തും കൂട് വെച്ചിട്ടുണ്ട്. ഇവിടെ കൂട് വെച്ചിട്ട് 2 മാസമായി. ആടിനും കെട്ടുന്നുണ്ട്, പക്ഷെ കൂട്ടിൽ പുലി കയറുന്നില്ല, കടുവയും കയറുന്നില്ല. ഇതിനടുത്തുള്ള ചുണ്ടേലിൽ കടുവയും 3 കുട്ടികളും പശുവിനെ ആക്രമിച്ചു കൊന്നത് ആഴ്ചകൾക്ക് മുമ്പാണ്. ഇവയെ പിടികൂടാൻ വനം വകുപ്പ് കൂറ്റൻ കൂട് സ്ഥാപിച്ചെങ്കിലും കടുവകൾ കുടുങ്ങിയില്ല. ഇതിൽ ഏതെങ്കിലും ഒരു കടുവയാകാം ഇപ്പോൾ പെരുന്തട്ട എസ്റ്റേറ്റിനെയും പരിസരത്തെയും വിറപ്പിക്കുന്നതെന്ന സംശയവുമുണ്ട്. എസ്റ്റേറ്റ് പ്രവർത്തനക്ഷമം അല്ലാത്തതിനാൽ കന്നുകാലി വളർത്തൽ ഉൾപ്പെടെയാണ് ഇവിടുത്തുകാരുടെ പ്രധാന ജീവനോപാധി. അതിനു നേർക്കാണ് വന്യമൃഗങ്ങളുടെ ആക്രമണം തുടർച്ചയാകുന്നത്. ആശങ്കയുണ്ട്, ഭീതിയുണ്ട് നാട്ടുകാർക്ക്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. അവിടെ പെരുന്തട്ട നിവാസികളുടെ നിരന്തര ആവശ്യത്തിന് വഴങ്ങി ഇപ്പോൾ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. അത് ആശ്വാസകരമാണ്. പക്ഷേ കടുവ കൂട്ടിലാകേണ്ടിയിരിക്കുന്നു. പൊതുജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. രാത്രികാലങ്ങളിൽ സഞ്ചരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പിന്നെ ദൂരെ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് തിരിച്ചു വരുമ്പോൾ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ എവിടുന്നാ ചാടുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ പകല് തന്നെ പേടിയാണ് പോകാൻ. കാരണം രാവിലെ ഇപ്പം നല്ല മഞ്ഞുള്ള സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊക്കെ ഒറ്റയ്ക്കാണ് ജോലിക്ക് പോകുന്നത്. അപ്പോൾ പോകുമ്പം പിന്നെ പേടിയാവും. അപ്പോൾ എന്തെങ്കിലും ഒരു പോകുമ്പോഴേ ഇനി കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെയുള്ള ഈ ജനങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം. ജീവിക്കാൻ പേടിയെന്ന് പറഞ്ഞാൽ പേടി തന്നെയാണ്. അവരിപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ അഭിപ്രായത്തിൽ ഇത് അവർ കുറഞ്ഞ് വിട്ടതായിരിക്കണം. അല്ലെങ്കിൽ ഈ കൂട്ടിൽ കയറണ്ടേ. കൂടിൻ്റെ അടുത്ത് കൂടെ പോയ പുലി കൂട്ടിൽ കയറുന്നില്ല. അപ്പോൾ പുലി ഇവരെ കുറഞ്ഞ് വിട്ടതാകുമ്പോഴല്ലേ ഈ കൂട്ടിൽ കയറാൻ പേടിക്കുക. അതാണിപ്പോൾ അവസ്ഥ ഉള്ളത്. അവർ പറയുന്നത് കൂട് വെച്ചിരിക്കുന്നു. ഇവിടെ മാസങ്ങളായി പുലിക്ക് കൂട് വെച്ചിട്ട് ഇതുവരെ പുലി അതിൽ കയറിയില്ല. പുലി അതിൻ്റെ അടുത്ത് കൂടെ ഒക്കെ പോയിട്ടുണ്ട്. പശുക്കളെ കറക്കാൻ വരാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. കടവെള്ളമുണ്ട്. നമ്മൾ കുറച്ച് ദൂരം നിന്നാണ് വീട്ടിൽ നിന്ന് വരുന്നത് ആലയിലേക്ക് പശുക്കളെ കറക്കാനൊക്കെ. നല്ല ബുദ്ധിമുട്ടുണ്ട്. ശാശ്വത പരിഹാരം കാണണം. കൂട് വെക്കുന്നുണ്ട്, കൂടുതൽ കയറുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് രാത്രി ആയാലും ഇറങ്ങാൻ പ്രയാസമുണ്ട്. ഇത്തരം ആശങ്കകൾക്കൊക്കെ പരിഹാരമുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മുഹമ്മദ് പറയുന്നത് കടുവയാണെങ്കിലും പുലിയാണെങ്കിലും വെടിവെച്ച് കൊല്ലുകയല്ലാതെ എന്ത് ചെയ്യണം എന്നുള്ള അഭിപ്രായ പ്രകടനം ഉണ്ടാകുന്നുണ്ട്. അമ്പിളിയനിൽ പറയുന്നു കാട്ടാനയായാലും മറ്റ് വന്യമൃഗങ്ങളായാലും മനുഷ്യന് ആപത്ത് വരുത്തുകയാണല്ലോ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എത്രയും വേഗം പ്രതിവിധി കാണണമെന്ന് പറയുന്നു. രവികുമാർ PB പറയുന്നു വനംവകുപ്പിന്റെ പരാജയം വീണ്ടും വീണ്ടും തെളിയുന്നു എന്നിങ്ങനെ ഈ വിഷയത്തിൽ സജീവമായ പ്രേക്ഷക ചർച്ച കൂടി യൂട്യൂബിൽ നടക്കുന്നുണ്ട്.